പി എ കുര്യൻ സാറിനെ അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നന്നായിരുന്നു. ഒരു 20-25-30% ആൾക്കാരുണ്ട്. എനിക്ക് സന്തോഷമായി. വലിയ പ്രാസംഗികനൊന്നും അല്ലായിരുന്നു താൻ. എൻ്റെ ചെറിയൊരു വിവരണം ഞാൻ വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ശേഷം ചില കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ച രേഖകളിൽ കൂടി പറയാനും ആഗ്രഹിക്കുന്നു. ഞാൻ 1963 ഈ ഭൂമിയിൽ ജാതനായത്. എനിക്ക് ചെറിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാരംഭ ജീവിതത്തിൽ പ്രിയപ്പെട്ടവനെ ഓർക്കുന്നെന്നാൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം സഭയിലുള്ള മിക്ക വിശ്വാസികളെയും, പ്രത്യേകിച്ച് പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും എനിക്ക് പാട്ട് പാടുന്നതിൽ പാട്ടിൻ്റെ ഗാംഭീര്യ സ്വരം കുര്യൻ സാറിൻ്റെ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അതെങ്ങനെ പാടുന്നു എന്നുള്ളതിനെക്കുറിച്ച് അത് കണ്ടവർക്കറിയാം. ഇനി അത് എൻ്റെ വ്യൂ ആണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ ശക്തിയോടെ പാടും, പക്ഷെ വളരെ സ്ഫുടതയാണ്. ഓരോ വാക്കുകളും വളരെ സ്ഫുടതയാണ്. പക്ഷേ പ്രത്യേകാൽ വി നാഗൽ സാഹിബിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ താൻ ആരാധന യോഗങ്ങൾക്ക് ഞാൻ കേട്ടിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള പദപ്രയോഗങ്ങളും താൻ ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിക്കും. താൻ സഭയിലെ വളരെ ഒരു ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. ആരാധനയോഗങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് ചിന്തകളൊക്കെ പറയാൻ വേണ്ടി എഴുന്നേൽക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്. വചന ശുശ്രൂഷ ചെയ്തതായിട്ട് എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ ദൈവം വളരെ ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയ സാറ്. പി എ കുര്യൻ സാറ് വലിയ ജ്ഞാനിയൊന്നും അല്ലായിരുന്നു. താൻ ഒരു അധ്യാപകനായിരുന്നു, എന്നാൽ വലിയ ജ്ഞാനിയൊന്നും അല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൈവികമായ ജ്ഞാനം ഉന്നതമായിരുന്നു. അത് തൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാർ അധികം ചിരിച്ച് കണ്ടിട്ടില്ല, എന്നാൽ ചിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ സംഭാഷണങ്ങളൊക്കെ വളരെ ഹൃദ്യമാണ്. യുവാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രിയപ്പെട്ടവൻ്റെ പങ്ക് ചെറുതല്ല, അത് വലുത് തന്നെയാണ്. എന്നെയും പല കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഔട്ട്റീച്ച് വർക്കുകളിലൊക്കെ സഭയായിട്ട് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ചില മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ യുവാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടുണ്ട്. താൻ ഒരു സംസാരത്തിൽ പിശുക്കുള്ള ഒരാളല്ല. എന്നാൽ വലിയ നർമ്മമൊന്നുമില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞ് എല്ലാവർക്കും ഒരു ആശ്വാസമാകുന്ന നിലയിൽ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയ പി എ കുര്യൻ സാറ്. സഹോദരന്മാർക്കും വളരെ പ്രിയങ്കരനായിരുന്നു. താൻ താമസിക്കുന്നത് അങ്കമാലി, നമുക്കറിയാം, ആലുവ റോഡിലെ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ പിറകിലാണ് പ്രിയപ്പെട്ടവൻ താമസിച്ചുകൊണ്ടിരുന്നത്. താൻ അവിടെ നിന്ന് നടന്നാണ് വരുന്നത്. മുണ്ടും ഷർട്ടും ഒരു തോളത്തൊരു ധോത്തിയും ഉണ്ടാകും, ഒരു ബൈബിളുണ്ടാകും. താൻ നടന്നു വരുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ചിത്രകാരന്മാരൊക്കെ വരച്ചിരിക്കുന്ന പോലെ ഒരു മനുഷ്യൻ നടന്നു പോകുന്ന നിലയിൽ വെള്ള വസ്ത്രധാരിയായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കളറ് കിട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മുഖത്തുള്ള താടി മീശ എല്ലാം വടിച്ച് വളരെ ക്ലീൻ ഷേവായിട്ട് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് പി എ കുര്യൻ സാറ്. അദ്ദേഹം അങ്കമാലിൽ വന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ജീവിതരേഖയായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. തൻ്റെ സ്വദേശം ശരിക്കും പറഞ്ഞാൽ വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂരിൽ പൈനാടത്ത് ഇട്ടൂപ്പ് സാറാമ്മ എന്നിവർ മാതാപിതാക്കളായിട്ട് 1923 അതായത് ഏപ്രിൽ മാസം 23 ജനിച്ച് തൻ്റെ ഒരു പിതാവ് പള്ളിയിലെ ഒരു ഗായസംഘത്തിൻ്റെ അംഗമായിരുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ ഫിഡിൽ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. മലയാളം 7ാം ക്ലാസ് വിജയിച്ച വ്യക്തിയാണ് കുര്യൻ സാറ്.
അദ്ദേഹം ഡ്രോയിങ് മാഷായിരുന്നു. ഡ്രോയിങ് മാഷിനെ കുറിച്ച് നമുക്കറിയാലോ. ഡ്രോയിങ് മാഷായിരുന്നു. അധ്യാപക വൃത്തിയിലായിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവൻ 9ാം ക്ലാസ് പാസ്സായി. അന്നത്തെ 9ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ജോലി ലഭിക്കുന്ന ലെവലിലേക്കുള്ള കാര്യമാണ്. വിജയം നേടി. ചെറുപ്പം മുതൽ സംഗീത വാസനയും വായനാശീലവും പ്രസംഗപാഠവും താൻ വളരെയധികം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു 2-3 കാര്യത്തിൽ കൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ദൈവകൃപ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കടത്തി പറയട്ടെ. മിഷണറി ഹാർഡ്ലി ബേർഡിൻ്റെ സുവിശേഷ യോഗത്തിൽ കേട്ടപ്പോഴാണ് ആ സുവിശേഷ യോഗം കേട്ട് താൻ പാപബോധമുണ്ടായി യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1918 ഫെഡറിക് നമ്പിയുടെ കൈക്കീഴിൽ വിശ്വാസ സ്നാനമേറ്റു. ബ്രദറൻ സഭയിലായിരുന്നല്ലോ താനായിരുന്നത്. അപ്പോൾ പറവൂർ ബ്രദറൻ സഭയുടെ ശിക്ഷണത്തിൽ വളർത്തപ്പെട്ടു. E.I. ജേക്കബ്, A.M. സാമുവൽ എന്നിവരോടൊത്ത് ആത്മീയ സൗഹൃദം പ്രിയപ്പെട്ടവൻ സ്ഥാപിച്ചു. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ അങ്കമാലിയിലെ വിശ്വാസ സമൂഹമായിട്ട് താൻ ബന്ധപ്പെടുവാനൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് P.A. കുര്യൻ സാറ്. അങ്കമാലിയിലെ ഏറ്റവും കൂടുതൽ താൻ ബന്ധപ്പെട്ടു നിന്ന ആത്മീയ ശുശ്രൂഷ അല്ലാതെ എന്നാൽ ആത്മീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് നിന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്കറിയാം സത്യപ്രകാശ് നിവാസിയുടെ അണിയറ ശില്പിയിൽ ഒരാളായിരുന്നു പ്രിയ P.A. കുര്യൻ സാറ്. 1965 മുതൽ അങ്കമാലിയിൽ സ്ഥിരതാമസം ആരംഭിച്ചു. ബ്രദറൻ സൺഡേ സ്കൂൾ പാഠാവലിയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയമായ സംഭാവന പ്രിയപ്പെട്ട നൽകി. E.I. ജേക്കബിൻ്റെ പാട്ടുകൾ ജനകീയമാക്കുന്നതിൽ താൻ മുഖ്യ പങ്ക് വഹിച്ചു. E.I. ജേക്കബ് സാറ് നമുക്കറിയാം ഇംഗ്ലീഷ് പാട്ടുകളുടെ ട്യൂണിലാണ് പല മലയാളം പാട്ടുകൾ എഴുതിയത്. ആ പാട്ടുകളിലാണ് P.A. കുര്യൻ സാറും വളരെ ഭംഗിയായിട്ട് ഈണത്തിൽ പാടിക്കൊണ്ടിരുന്നത്. വിപുലമായ പുസ്തക ശേഖരണത്തിൻ്റെ ഉടമയായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലുള്ള മാത്യു ഹെൻറിയുടെ മുഴുവൻ ബൈബിൾ കമൻട്രിയും സ്വന്തമായി ഉണ്ടായിരുന്ന അപൂർവം ചിലരിൽ ഒരാളായിരുന്നു P.A. കുര്യൻ സാറ്. അങ്കമാലിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു വരുന്ന സുവിശേഷ കിരണം, നമുക്ക് പലർക്കും അറിയാം, സുവിശേഷ കിരണം എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു. താൻ അവിവാഹിതനാണ്. 1988 ഏപ്രിൽ മാസം 25-ാം തീയതി താൻ നിത്യയിലേക്ക് മാറ്റപ്പെട്ടു. തൻ്റെ മരണസമയത്ത് ഞാനിവിടെ ഉണ്ട്. ആ രാത്രി ഞങ്ങൾ യുവാക്കന്മാർ പലരും അവിടെ കടന്നുപോയി പാട്ടുകൾ പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. മത്സരിച്ചായിരുന്നു. അന്നത്തെ സമയത്ത് രക്ഷിക്കപ്പെട്ടു. ആ സ്നാനപ്പെട്ടതിൻ്റെ ചൂടിലൊക്കെ ആയിരുന്നു. ഞാൻ 84 ഡിസംബർ 25-ാം തീയതിയാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ ആ ഒരു ചൂടിലൊക്കെ ചിലരൊക്കെ ചേർത്ത് നിർത്തി പാട്ട് 1 മണി 2 മണി വരെ പാടി, നേരം വെളുക്കുന്നവരെ പാടി. അതിനുശേഷം ഞാൻ പോയി കിടന്നത് ഓർമ്മയുള്ളൂ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. കാരണം ആ ബോഡി അവിടെ വീട്ടിലാണല്ലോ. അന്നൊരു ടേബിൾ ഫാൻ എൻ്റെ അടുത്ത് വെച്ചിരുന്നു. അത് ചെവിയിലേക്ക് അടിച്ച് എൻ്റെ ഇയർ ഡ്രം തണുത്തു പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തലകറക്കമായിട്ട് പിന്നെ ആശുപത്രിയിലായിരുന്നു ഒരു വൈകിട്ട് 4 മണി വരെ. ആ ശവസംസ്കാരത്തിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. P.A. കുര്യൻ സാറിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താനൊക്കെ തക്കണം ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, സത്യപ്രകാശിനിയിലാണ് തൻ്റെ ഒരു ഉത്ഭവം. ആത്മീയമായ കാര്യങ്ങളൊക്കെ എഴുതുവാനും പറയുവാനും ഒരുക്കുവാനുമുള്ള ഒരു നല്ല സന്ദർഭമാണ് സത്യപ്രകാശിനി വരുന്നത്. സത്യപ്രകാശിനിയുടെ 1-ാം ലക്കം മുതൽ അവസാന ലക്കം വരെ ഈ അടുപ്പം നിലനിന്നിരുന്നു എന്നാണ് മറ്റൊരു വസ്തുത. അന്നാളിൽ അതിനകത്ത് എഴുതിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളാണ് അവസരോക്തി, വിജ്ഞാപംക്തി, ധ്യാനപീഠം എന്നിവയൊക്കെയായിരുന്നു അതിനകത്ത് കൂടുതലായിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റേതുപോലെ അതുപോലെ തന്നെ A.C. ഗബലിൻ, ഡോക്ടർ റോയ് എൽ ലോറിൻ, W. ഹോസ്റ്റ്, C.H. സ്പർജൻ തുടങ്ങിയ മഹാരഥന്മാരുടെ ലേഖനങ്ങളെ താൻ പരിഭാഷപ്പെടുത്തി. ഇംഗ്ലീഷിൽ നിന്ന് താൻ മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തി അത് പ്രസിദ്ധീകരിച്ചു. A.C. ഗബലിൻ്റെ യെശയ്യാ പ്രവാചകനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ വിവർത്തനമായിട്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് പദമൂന്നിയത്. അത് 1939 ഏപ്രിലാണ്. കേരളത്തിൽ വന്ന മിഷണറി അലക്സ് സൂട്ടർ, J.M. ഡേവിഡ് മുതലായവരെ മലയാളം പഠിപ്പിച്ച ഈ പ്രിയ കർത്തദാസനാണ്. തനിക്ക് അതിനുള്ള വലിയ ഭാഗ്യം ദൈവം കൊടുത്തു. കുര്യൻ സാർ ഒരു സഭാ ചരിത്രകാരനും കൂടിയായിരുന്നു. 1975 YMEF പുറത്തിറക്കിയ സുവർണ ജൂബിലി പതിപ്പ് ഈ വാദത്തിന് തെളിവ് നൽകുന്നു. മധ്യ കേരളത്തിലെ ബ്രദറൻ പ്രസ്ഥാനത്തിന് നാളുവഴികളും കൂടാതെ പ്രഗത്ഭരായ മിഷണറി V. നാഗൽ, T.D. ലോനപ്പൻ, E.I. ജേക്കബ്, C.T. മത്തായി, മഹാകവി K.V. സൈമൺ
തുടങ്ങിയവരെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. താനൊരു എഴുതുക മാത്രമല്ല, തൻ്റേതായ ആ വലിയ ജ്ഞാനം, ദൈവം കൊടുത്ത ജ്ഞാനം, മറ്റുള്ളവരെ കുറിച്ചുള്ള ജ്ഞാനം താൻ ആ പങ്ക്തിയിൽ കൂടെ എഴുതുവാൻ തക്കണം ദൈവം സഹായിച്ചു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവചരിത്ര രചനയിൽ തനതായ ഒരു ശൈലി പി എ കുര്യൻ സാറിനുണ്ടായിരുന്നു. അത് താൻ ആർജിച്ച ഒരു വ്യക്തിത്വമാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇ എ ജേക്കബിൻ്റെ അനുസ്മരണ വാർത്ത അദ്ദേഹം ഇങ്ങനെയാണ് സത്യപ്രകാശനിൽ എഴുതി തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലം മലയാളത്തോടുള്ള വേർപാട് സഭകളുടെ ഒരു സന്ദർശന കാലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം സകലവും വിട്ട് സുവിശേഷ വേലയ്ക്കായി വേർപെട്ട പലരെ ദൈവം നമുക്ക് തന്നു. എന്നാൽ സഭകളുടെ പൊതു അന്വേഷകന്മാരും പ്രായം പരിജ്ഞാനമുള്ള വേലക്കാരുമായ ഇ എച്ച് നോയൽ, പി സി ജോൺ, കെ ജി തോമസ്, കെ വി സൈമൺ മുതലായ പലരെയും ദൈവം നമ്മുടെ മധ്യേ നിന്നെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനുസ്മരണ വാർത്ത എഴുതുന്ന സമയത്താണ് ആ കാര്യം എഴുതിയത്. ഇതിനെ തുടർന്ന് പ്രിയ സഹോദരൻ ഇ എ ജേക്കബിൻ്റെ ചരമ വാർത്ത കൂടി ഈ വാല്യത്തിൽ തന്നെ, അതായത് സത്യപ്രകാശനെ അത് പ്രസിദ്ധീകരിച്ചു. പ്രസ്താവിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ അതിയായി ദുഃഖിക്കുന്നു. അത് 1944 ഇടവം 1119 ആണ്ടിൽ എഴുതിയ അല്ലെങ്കിൽ വന്ന സത്യപ്രകാശ് മാസികയിലുള്ളതാണ്. ഇതൊക്കെയാണ് കുര്യൻ സാറിനെ കുറിച്ച് എനിക്ക് അല്പം നേരം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നതും ഞാൻ മനസ്സിലാക്കിയ കാര്യം. എന്നാൽ തൻ്റെ മരണസമയത്തുള്ള കാര്യം എനിക്ക് പലർക്കും നമുക്കറിയില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ അസംബ്ലിയിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസ്താവിച്ചപ്പോൾ താൻ വളരെ ക്ഷീണിതനാണ്, ചില ആഴ്ചകളൊക്കെ വന്നില്ല. എന്നാൽ മരണസമയത്ത് ഒരു ഞായറാഴ്ചയായിരുന്നു. ഞങ്ങളുടെ യുവാക്കന്മാർക്ക് വളരെ ശക്തിയോടെ നിൽക്കുന്ന സമയമാണ്, ഔട്ട്റീച്ചിനൊക്കെ പോകുന്ന സമയമാണ്. എന്നാൽ അന്ന് കുര്യൻ സാറിൻ്റെ ഈ വിഷയം വന്ന കാരണം അന്ന് ഔട്ട്റീച്ചിൽ വർക്കിന് പോയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ അറിയുന്നത്, അസംബ്ലിയിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് LFLO ഏതൊരു ഹോസ്പിറ്റലാണ്. എന്നാൽ പഴങ്ങനാടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് വാഹന സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ ബസ് പിടിച്ച് പഴങ്ങനാട് ഹോസ്പിറ്റലിലൊക്കെ പോയത് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ കാറ് പിടിച്ച് അവിടെ പോയി പ്രിയപ്പെട്ടവനെ കണ്ടു. എന്നാൽ രോഗം മൂർച്ഛിച്ചു. പിന്നീടാണ് താൻ നിത്യയിലേക്ക് മാറ്റപ്പെട്ടത്. പടിഞ്ഞാറ് സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു വ്യക്തിത്വം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവനെ കുറിച്ച് ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു ആലോചന മീറ്റിങ്ങോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു വിമർശനത്തിൻ്റെ വാക്കുകളോ വേറെ നിലയിലുള്ള ഒരു പരാമർശങ്ങളോ തന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ 1988 വരെ ഞാൻ ഉള്ള സമയത്ത് ഞാൻ കേട്ടിട്ടില്ല. അത്രത്തോളം വളരെ നർമ്മല്യവും വളരെ ലളിതവും വളരെ ശാന്തവുമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ് പി എ കുര്യൻ സാറ്. ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, തൻ്റെ ആ പാട്ടുകളാണ് തന്നെ എന്നെ ഒത്തിരി ആകർഷിച്ചത്, ഒത്തിരി സ്വാധീനിച്ചത്. അങ്ങനെ പാടുന്നവർ അതിനുശേഷം ഞാൻ ആരും കേട്ടിട്ടുമില്ല. വളരെ ഈണത്തിൽ പാടുന്ന വ്യക്തി, വളരെ ശക്തിയോടെ പാടുന്ന വ്യക്തി, ആത്മാർത്ഥതയോടെ പാടുന്ന വ്യക്തി, അതോടൊപ്പം നമുക്ക് നമ്മുടെ കർണപുടങ്ങൾക്ക് ആശ്വാസമാകുന്ന നിലയിൽ പാടുന്ന വ്യക്തി. നാമും അതോടൊപ്പം ചേർന്ന് പാടിപ്പോകും. അതാ ലെവലിലുള്ള പാട്ടാണ് താൻ പാടുന്നത്. അതാണ് എന്നെ ആകർഷിച്ചത്. തൻ്റെ പാട്ടുകൾക്ക് താൻ പാട്ടുകളൊക്കെ ചുരുക്കമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പാട്ടുകൾ പാടുന്നതിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുന്നതിൽ കുര്യൻ സാറ് വളരെ വിജയിച്ചു. അതാണ് എന്നെ എപ്പോഴും സ്വാധീനിച്ച ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താൻ്റെ ഒരു വലിയ പ്രാസംഗികനൊന്നും അല്ലായിരുന്നു, താൻ വലിയ കഴിവുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. പക്ഷേ തൻ്റെ കഴിവ് ഈ നിലയിൽ എടുത്തുപയോഗിച്ചു. ശാന്തമായിട്ട് ആണെങ്കിലും എഴുത്തിൽ കൂടെ ആണെങ്കിലും പാട്ടിൽ കൂടെ ആണെങ്കിലും തൻ്റെ ആ ശക്തി താൻ എടുത്തുപയോഗിച്ചു എന്നുള്ളത് നല്ലൊരു സാക്ഷ്യത്തിൻ്റെ കാരണമായിട്ട് ഇരിക്കുന്നു. ഈ പുസ്തകം ഇറക്കാൻ വേണ്ടി പ്രിയ ലിജോ പാലമറ്റം ചെയ്തിരിക്കുന്ന ആ വലിയ കാര്യം ഉന്നതമാണ്. താൻ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ പി എ കുര്യൻ സാറിനെ കുറിച്ചുള്ള പുസ്തകം എന്നോട് എനിക്ക് ഒരു 1.5 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതണം. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. എന്നോട് കാര്യങ്ങളും ചോദിച്ചില്ലെങ്കിലും തനിക്ക് കിട്ടിയ അറിവുകളൊക്കെ താൻ പകർത്തി അവിടെ നിന്നൊക്കെ എടുത്തു. എന്നാൽ സത്യപ്രകാശനിൽ ഈ ലക്കങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ഏതോ വ്യക്തികളിൽ നിന്ന് കിട്ടി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ പുസ്തകം ഇപ്പോൾ പൂർണ്ണരൂപത്തിൽ ഒരു പുനർപ്രകാശനം എന്ന നിലയിൽ ഇറക്കുന്നത്. നമുക്കെല്ലാവർക്കും അത് പ്രയോജനമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ സ്മരണകളാണ് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ സ്മരണകൾ. അങ്ങനൊരു പുസ്തകം ഞാൻ നോക്കിയിട്ട് വലിയൊരു അതിശയമാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ആരാധനയ്ക്ക് കേൾക്കും, മറ്റു കാര്യങ്ങൾ കേൾക്കും. എന്നാൽ
അതിൻ്റെ അനുഭവങ്ങൾ അതുപോലെ തന്നെ തനതായ നിലയിൽ തനിക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ പകർത്തുവാൻ തക്കണം സഹായിച്ചു എന്നുള്ളത് പലരിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം അത് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. പി എ കുര്യൻ സാറിന് ആ നിലയിൽ എഴുതാൻ തക്കണം ദൈവം കൊടുത്തു. പലതും തന്നെ ആ നിലയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പലവരുടെയും പുസ്തകങ്ങൾ ഭാഷാന്തരം ചെയ്തപ്പോൾ ദൈവം ആ കഴിവ് കൊടുത്ത് തനിക്ക് ഈ ഒരു നിലയിലുള്ള ഒരു കഴിവാണ് കൊടുത്തത്. അത് വലിയ പ്രയോജനം ചെയ്യും. ഇന്നുള്ള ആത്മീയ ഗോളത്തിന്, വരും ദിവസങ്ങളിലെ ആത്മീയ ഗോളത്തിന്, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർക്കും നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും ആത്മീയ ചിന്തകൾ പകരുന്ന ഒരു നല്ല ഒരു പുസ്തകമായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് പ്രയോജനപ്പെടുവാൻ തക്കണം ദൈവം സഹായിക്കും. പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നത് പ്രിയ ലിജോയോടാണ്. അതുപോലെ തന്നെ ബ്രദർ നെക്കോ അങ്കമാലിയോടുള്ള നന്ദിയും പറയുന്നു. അവരെല്ലാം ഇതിനുവേണ്ടി സഹകരിക്കുന്നു, ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ വലിയ ചെലവുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം പ്രിയപ്പെട്ടവരെടുത്ത് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് അങ്കമാലി പടിഞ്ഞാറ് സഭയിലെ ഒരു വ്യക്തിയെക്കുറിച്ച്, പി എ കുര്യൻ സാറിനെക്കുറിച്ച്, സാറിനാണ് നിങ്ങൾ പറയുന്നത്, സാറിനെക്കുറിച്ച് ഇങ്ങനൊരു പുസ്തകം ഇറക്കുവാൻ തക്കണം ഈ ലിജോയ്ക്ക് അതിനുള്ള ഒരു ഉത്സാഹം കടത്തല്ലോ. ദൈവം വീണ്ടും സമൃദ്ധിയായിട്ട് പ്രിയപ്പെട്ടവനെ എടുത്ത് ഉപയോഗിക്കട്ടെ. നല്ല വാക്കുകൾ കൊണ്ട് അനേകരെ ഈ നിലയിൽ പുകഴ്ത്തുവാനും ദൈവനാമമഹത്വത്തിനു വേണ്ടി പ്രിയപ്പെട്ടവൻ കൂടുതലായിട്ട് യത്നിക്കുവാനും അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.